തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. തൽക്കാലം നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ചീരു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞിട്ടും നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാത്ത എന്റെ സംശയം. ചീരുവിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് പണ്ടേ ടെൻഷൻ ഇല്ല വിനയ. കാരണം അവൾ എല്ലാ കാര്യത്തിലും വളരെ പക്വത കാണിക്കുന്നവളാ. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണവും ലക്ഷ്യവും ചീരുവിനുണ്ടാവും. ആ ലക്ഷ്യം നേടി അവള് തിരിച്ചു വരികയും ചെയ്യും. ലക്ഷ്യോ? എന്ത് ലക്ഷ്യം? എന്നോടും എന്റെ കുടുംബത്തോടും അവൾ ഇങ്ങനെ ഒരു ചതി കാണിക്കാൻ പാടില്ലായിരുന്നു. പറക്കമുറ്റാത്ത 3 മക്കളെയും എന്നെ ഉപേക്ഷിച്ചിട്ടാണോ ഇവരുടെ ലക്ഷ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല വിനയ, അപ്പൊ ചീരുവിന് തിരിച്ചു വരില്ലെന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പൊ പിന്നെ കാര്യമായി എന്തൊരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്? ഭാര്യയും ഭർത്താവും ആവുമ്പോ പല സൗന്ദര്യ പ്രശ്നങ്ങളും ഉണ്ടാവും രഘുവേട്ടാ. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലേ? അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അവളെന്റെ അമ്മയോട് പറഞ്ഞതെന്താണെന്നറിയാം, മക്കളുടെ അച്ഛനിൽ പ്രതീക്ഷയില്ല, അതുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. ആ എങ്കിലവള് പോയിട്ട് വരട്ടെ വിനയ, അത് നല്ല കാര്യല്ലേ. ചീരു നല്ല ലക്ഷ്യബോധം ഉള്ളവളാ. അവള് നേടണമെന്ന് വിചാരിച്ച കാര്യം നേടിയിട്ടേ വരൂ. അവള് അവളുടെ പെൺമക്കൾക്ക് വേണ്ടി നേടിയാ മതി. എന്റെ മോന് വേണ്ടത് ഞാൻ ഉണ്ടായിക്കോളാം. അതിന് ആരുടെ ഔദാര്യം വേണ്ടെന്ന് അമ്പിളി ചേച്ചി അവളോടത് പറഞ്ഞേക്ക്. അതെങ്ങനെ വിനയ? ഈ മോനെയും ചീരുവല്ലേ പ്രസവിച്ചേ? എന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രസവിച്ചു പറ രഘുവേട്ടാ. അവൾ ആ ജീവനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയവളല്ലേ? അത് നടക്കാതിരുന്നോണ്ടല്ലേ ആ ജീവൻ നിലനിന്നത്. അതുകൊണ്ട് എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മൂത്ത ആ 2 എണ്ണത്തിന് വേണ്ടി അവൾ എവിടെയാന്ന് വെച്ചാ പോട്ടെ, എന്താന്ന് വെച്ചാ നേടട്ടെ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ ഇത് തന്നെയാ വിനയ ചീരുവിന് നീയായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഒരു കാലത്തും ഒന്നും ചെയ്യില്ലെന്ന് അവൾക്ക് അറിയാം. അപ്പൊ പിന്നെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി അവൾക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ചെയ്യട്ടെ, അവള് ചെയ്ത് കാണിക്കട്ടെ. അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എനിക്കും എന്റെ മകനും വേണ്ടാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഉണ്ടാക്കാൻ പോയി. അപ്പൂപ്പനെ നഴ്സറി കുട്ടി എത്തിയല്ലോ. പുതിയ സ്കൂളും കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പൻ നഴ്സറി പഠിച്ചിട്ടുണ്ടാ? ഇത് അപ്പൂപ്പ എടുത്തോ? അയ്യോ, അപ്പൂപ്പന് ചോക്ലേറ്റ് ഒന്നും വേണ്ട, മോൻ തന്നെ കഴിച്ചോ. അപ്പൂപ്പന് തരാമോന്ന് തോന്നിയല്ലോ, അത് മതി. അച്ഛാ അവൻ തന്നല്ലേ, അത് വാങ്ങിച്ചച്ഛൻ കഴിച്ചോ? വേണ്ട മോളെ, വേണ്ടാഞ്ഞിട്ടാ. വിച്ചുമോൻ അകത്ത് പോയിരുന്ന് കഴിച്ചോ. മോൻ പോയിക്കോ. ദാച്ചാ രാവിലെ ഗുളിക കഴിച്ചില്ലല്ലോ, ഇതിപ്പോ തന്നെ കഴിച്ചോ. വെള്ളമുണ്ടോ? ഇനി രാത്രിയിൽ കഴിക്കാം മോളെ. ഇത് ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ളതാ. ശരി, ഇത് അച്ഛൻ സൂക്ഷിച്ചു വെക്കണേ. സൂക്ഷിച്ചോളാം മോളെ.
എനിക്കറിയാം, നീ ഇതെനിക്ക് വാങ്ങിച്ചു തന്നു എന്നറിഞ്ഞാ അവള് നിന്നെയും വെറുതെ വിടില്ല. ഞാൻ അവരെ പേടിച്ചിട്ട് പറഞ്ഞു എന്നല്ല. അച്ഛന് മരുന്ന് വാങ്ങി തന്നേന് അവരെന്നെ ചോദ്യം ചെയ്യാൻ വരട്ടെ, അപ്പൊ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അല്ല അച്ഛാ, ഈ ടാബ്ലറ്റ് അച്ഛൻ അറിയാതെ ചിലപ്പോ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ടാ ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി അച്ഛാ, ഞാൻ അവനെ മേല് കഴിപ്പിച്ചിട്ട് അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ. അച്ഛൻ ഇപ്പൊ എന്തെങ്കിലും വേണോ അച്ഛാ? വേണ്ട മോളെ, ഒന്നും വേണ്ട. ശരി അച്ഛാ. അച്ഛാ, അച്ഛൻ എന്റെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കണം. ഇനിയൊരു തിരിച്ചുപോക്കിന് അച്ഛൻ എന്നോട് പറയരുത്. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്റെ മക്കളുടെ ഭാവിയാണ് അച്ഛാ. ചിരു, അതൊക്കെ അച്ഛന് മനസ്സിലാവും മോളെ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു എടുത്തുചാട്ടം വേണോ എന്നുള്ള കാര്യത്തിലാ അച്ഛന് സംശയം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴിയെക്കുറിച്ച് കൂടി ചിന്തിച്ചിട്ട്. വേറെ എന്ത് വഴിയാ അച്ഛാ? എല്ലാരും കൂടെ സഹായിച്ച് വിനയേട്ടന് 25 ലക്ഷം രൂപ നൽകി വീടിന്റെ ബാധ്യത അങ്ങ് തീർത്ത് കൊടുത്താൽ പോരെന്നായിരിക്കും അച്ഛൻ ചിന്തിക്കുന്നത്, അല്ലേ? തൽക്കാലം അങ്ങനെ ഒരു സഹായം ചെയ്ത് വീടിന്റെ പ്രമാണം തിരിച്ചെടുത്താൽ ഇൻട്രസ്റ്റ് ഒഴിവായി കിട്ടുമല്ലോ മോളെ. ആ കാശ് സ്വരൂപിച്ച് വിനയന് നമ്മുടെ കാശ് തിരിച്ചു തന്ന് കടം വീട്ടുകയും ചെയ്യാം. നല്ല ആളാ അച്ഛാ. അച്ഛൻ 25 ലക്ഷം രൂപയുടെ കടം തീർത്തു കൊടുത്ത അയാള് വേറെ 50 ലക്ഷത്തിന്റെ കടം ഉണ്ടാക്കും. അച്ഛന് വിനയേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ആ മനുഷ്യനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് അച്ഛാ പറയുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ധാരണയില്ലാത്ത മനുഷ്യനയാള്. നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ബോധവും ഇല്ലാത്ത ഒരാള്. അങ്ങനെ ഒരാൾക്ക് അധികകാലം ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ അറിയാലോ. മോളെ, ആകെ അവനുണ്ടായിരുന്നത് ആ വീടായിരുന്നു. അതുകൂടി കൈവിട്ടു പോയാ പിന്നെല്ലാം തീർന്നു. ഇതിപ്പോ നീ പോയാലും അവന്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ നിന്റെ മക്കളാ വീട്ടിലല്ലേ ചീരു കഴിയണം. അത് ഓർത്തേ അണ്ണൻ ടെൻഷൻ അടിക്കണ്ട. മക്കളെ നോക്കാൻ അവൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് പോയി അവരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. മോളെ കോഫി. അയ്യോ, അങ്കിളാണോ കോഫി ഉണ്ടാക്കിയത്? ഏയ്, ശാന്തമ്മ വന്നിരുന്നു. അവിടാണ് കോഫി ഇട്ടത്. ഞാൻ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. വേണ്ട, അങ്ങോട്ടിരിക്കാം.